എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്താറായില്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി തയ്യാറാക്കിയാലോ? ഈ പച്ചടി തയ്യാറാക്കാനായിട്ട് ഈ വെള്ളരിക്കയുടെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിനുള്ളിലെ കുരുവൊക്കെ നീക്കം ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വെള്ളരിക്ക ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം 2 കപ്പുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതൊരു കടായിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു വെള്ളരിക്ക വേവുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഒരു മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. 1/4 ടീസ്പൂൺ കടുകാണ് ഇപ്പോൾ ചേർക്കുന്നത്. 2 നുള്ള് ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ വെള്ളരിക്ക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കാനുള്ളത്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. ഇതിനു മുമ്പ് ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓണം റെസിപ്പികളുടെയൊക്കെ ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് തൈരാണ് ഞാൻ ചേർത്തത്. ഇത് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നത്. തൈര് ചേർത്ത ശേഷം കൂടുതൽ സമയം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് 3/4 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്